2026 ജനുവരി 3-ാം തീയതി പ്രയർ മൗണ്ടിൽ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയാണ് ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരു മലയുടെ താഴ്വാരത്താണ് പലയിടത്തായി ജനം ഒറ്റയ്ക്കും കൂട്ടായും വന്നിരിക്കുന്നു. മോശ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പർവ്വതത്തിൽ കയറി 40 രാവും പകലും അവിടെ ദൈവസാന്നിധ്യത്തിലായിരുന്നു. ആഹാരവും വെള്ളവും ഉപേക്ഷിച്ചു. എസ്തേറും മൊർദെഖായും യഹൂദജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഉപവസിച്ചു. യോനായുടെ പ്രസംഗം കേട്ട നിനവേക്കാർ തങ്ങളുടെ ദേശത്തിൻ്റെ രക്ഷയ്ക്കായി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന ആഹ്വാനത്തോടെ മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഉപവസിച്ചതായി ബൈബിൾ പറയുന്നു. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഉപവാസം ക്രൈസ്തവ സഭയുടെ അവിഭാജ്യ ഘടകമാണ്. ബൈബിളിൽ നിരവധി സ്ഥലങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. മോശ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പർവ്വതത്തിൽ കയറി 40 രാവും പകലും അവിടെ ദൈവസാന്നിധ്യത്തിലായിരുന്നു. ആഹാരവും വെള്ളവും ഉപേക്ഷിച്ചു. എസ്തേറും മൊർദെഖായും യഹൂദജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഉപവസിച്ചു. യോനായുടെ പ്രസംഗം കേട്ട നിനവേക്കാർ തങ്ങളുടെ ദേശത്തിൻ്റെ രക്ഷയ്ക്കായി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന ആഹ്വാനത്തോടെ മൃഗങ്ങളും മനുഷ്യരും എല്ലാം ഉപവസിച്ചതായി ബൈബിൾ പറയുന്നു. ദാവീദ്, ഏലിയാവ്, ദാനിയേൽ ഇവരൊക്കെ ഉപവസിച്ചതായി ബൈബിളിൽ പറയുന്നു. പുതിയ നിയമത്തിൽ ക്രിസ്തു ശുശ്രൂഷയുടെ ആരംഭത്തിൽ 40 ദിവസം ഉപവസിച്ചതിലൂടെ നമുക്ക് മാതൃക കാട്ടിത്തന്നു. യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാർ, പരീശന്മാർ, പൗലോസ്, കൊർന്നല്യോസ്, പുതിയ നിയമസഭകൾ ഒക്കെ ഉപവസിച്ചതായി ബൈബിളിൽ കാണാം. ബൈബിളിൽ ഉപവാസത്തിന് എത്ര ദിവസം എപ്പോഴൊക്കെ എന്നതിനെക്കുറിച്ച് നിബന്ധനകളോ നിയമമോ നൽകിയിട്ടില്ല. വ്യക്തിപരമായി ആവശ്യങ്ങളനുസരിച്ചാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. ബാലശിക്ഷയിലായിരിക്കുമ്പോൾ, ന്യായവിധിയിലായിരിക്കുമ്പോൾ, ആവശ്യങ്ങളിലായിരിക്കുമ്പോൾ, ആപത്തിലായിരിക്കുമ്പോൾ, വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ, പ്രശ്നത്തിലായിരിക്കുമ്പോൾ, ആത്മതപനത്തിന്, ആത്മീയ പോരാട്ടത്തിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിനോട് അനുരൂപമാകുവാൻ ഒക്കെയാണ് ഈ ഉപവാസം അനുഷ്ഠിക്കൽ. ഇപ്പോൾ ഈ ഉപവാസത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ശ്രദ്ധ ആകർഷിച്ച ഒരു വീഡിയോ ഞാൻ ഈയിടെ കാണാനിടയായി. എന്താണെന്ന് വെച്ചാൽ, ക്രൈസ്തവരുടെ ഉപവാസ പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും വീടുകളിലോ ചർച്ച് ഹാളിലോ ആണ് നടന്നു വരാറ്. എന്നാൽ ഇന്ത്യയിലെ മണിപ്പൂരിൽ ഉക്രൂൾ ജില്ലയിലെ ടൈനം ഗ്രാമത്തിൽ 2026 ജനുവരി 3-ാം തീയതി പ്രയർ മൗണ്ടിൽ ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയാണ് ജനശ്രദ്ധ ആകർഷിക്കുന്നത്. ഒരു മലയുടെ താഴ്വാരത്താണ് പലയിടത്തായി ജനം ഒറ്റയ്ക്കും കൂട്ടായും വന്നിരിക്കുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് രീതി. ചിലർ മുട്ടിലിരുന്നും മറ്റുമാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു ഉപവാസ പ്രാർത്ഥനയാണ്. മണിപ്പൂരിലെ വംശീയ കലാപങ്ങളും അതിനെ തുടർന്ന് സഭകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും കൊണ്ട് തകർന്നുപോയ സഭാ ഹാളുകൾ കൊണ്ടുകൂടിയാകണം ഇത്തരത്തിൽ മലഞ്ചെരുവിൽ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ സഭാധികൃതർ തയ്യാറായത് എന്ന് കരുതാം. ഒരു പുതിയ വിഷയവുമായി വീണ്ടും കാണുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.